ഈ മിനിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് ഹൈക്കോടതിയിൽ നിന്ന് ലഭിച്ച തിരിച്ചടി തന്നെയാണ്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനങ്ങൾ നിയമവിരുദ്ധമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ VC നിയമനം പാടുള്ളൂ എന്നും ഗവർണറോട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. സാലി, ആരിഫ് മുഹമ്മദ് ഖാന് ചാൻസലറായിരുന്ന ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സർക്കാർ പറയുന്നതിനപ്പുറത്തേക്ക് സർവകലാശാലകളിൽ ചാൻസലർക്കോ ഗവർണർമാർക്കോ പ്രത്യേക വിവേചനാധികാരമില്ല. സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് മാത്രമേ VC നിയമനം നടത്താൻ പറ്റുകയുള്ളൂ എന്ന് അസന്ദിഗ്ധമായി പറഞ്ഞു വെക്കുന്നു ഹൈക്കോടതി. സാലി, അതായത് സുപ്രധാനമായ ഉത്തരവാണ് ഹൈക്കോടതി നിന്നുണ്ടായിരിക്കുന്നത്. അതായത് ഗവർണർക്ക് ഒരിക്കൽ കൂടി കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്ന് നമുക്ക് ഒറ്റവാചകത്തിൽ പറയാം. അത് ഏത് കേസാണെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയുന്ന പോലെ രണ്ട് സർവകലാശാലകളിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഈ യൂണിവേഴ്സിറ്റികളിൽ താൽക്കാലിക VC-മാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ടായിരുന്നു. അത് സർക്കാർ മുമ്പുണ്ടായിരുന്ന VC-മാരുടെ കാലാവധി തീർന്നപ്പോഴേക്ക് സർക്കാർ ഒരു പട്ടിക നൽകി. ആ രണ്ട് സർവകലാശാലകളിലേക്ക് മൂന്ന് പേരുടെ ഇത് പട്ടികയാണ് ഗവർണർക്ക്, അതായത് ചാൻസലർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാർ കൈമാറിയത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയത്. പക്ഷെ ഗവർണർ അതായത് ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ഈ പട്ടിക പാടെ അവഗണിച്ചുകൊണ്ട് തന്നെ ഇഷ്ടപ്രകാരം രണ്ടുപേരെ രണ്ട് സർവകലാശാലകളിലേക്ക് നിയമിക്കുകയാണ് ചെയ്തത്. KTU സർവകലാശാലയിലേക്ക് സിഫാ തോമസിനെയും K ശിവപ്രസാദിനെയും, ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് ശിവപ്രസാദിനെയും നിയോഗിച്ചു. അത് രണ്ടും നിയമപരമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ വാദം ഇതായിരുന്നു, അതായത് രണ്ട് സർവകലാശാല ആക്ട് അനുസരിച്ചും താൽക്കാലിക VC നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് മാത്രമേ നടത്താൻ കഴിയൂ. അത് UGC റെഗുലേഷൻസിൽ ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ ഒരു വിധിയുണ്ട് 2023 ഫെബ്രുവരി 16 ഈ സാങ്കേതിക സർവകലാശാലയിൽ സിഫാ തോമസിനെ താൽക്കാലികമായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് സമാനമായിട്ട് കേസായിരുന്നു. അത് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ആ നിയമനം നിയമപരമല്ല, സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമിക്കാവൂ എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അന്ന് കേസ് ഹർജി ഡിവിഷൻ ബെഞ്ച് തീർപ്പാക്കിയത്. അന്ന് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു, ഒരു കാരണവശാലും സർക്കാർ നൽകുന്ന പട്ടികയ്ക്ക് പുറത്തുനിന്ന് താൽക്കാലിക VC-മാരെ നിയമിക്കാൻ ചാൻസലർക്ക് അഥവാ ഗവർണർക്ക്. ഏതായാലും സാലി, വളരെ പ്രധാനപ്പെട്ട വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇത് നമ്മൾ പലവട്ടം സംസ്ഥാന സർക്കാർ ഇത് ചൂണ്ടിക്കാട്ടിയതാണ്. ഈ വിധി എന്ന് പറയുന്നത് അത് തിരിച്ചടിയായി മാറുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്, കേരളത്തിലെ മാധ്യമങ്ങൾക്ക്. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണറുടെ നിയമവിരുദ്ധ നടപടികളെ ഓരോ നിമിഷവും ആഘോഷിച്ചിരുന്നത് കേരളത്തിലെ മാധ്യമങ്ങളായിരുന്നു, പ്രതിപക്ഷമായിരുന്നു. അന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഏത് സർക്കാർ ഭരിക്കുന്നു എന്നതിൻ്റെ വിഷയമല്ല, അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറാനുള്ള സംഘപരിവാർ നീക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാനിലൂടെ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനെ അപഹസിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് പിന്തുണ നൽകിയ മാധ്യമങ്ങൾക്കും അതിനോട് ചേർന്ന് നിന്ന പ്രതിപക്ഷത്തിനുമുള്ള ഏറ്റവും വലിയ മുഖത്തടിയായിട്ട് തന്നെ നമുക്കിതിനെ കാണേണ്ടി വരും. ഏതായാലും ഇപ്പോൾ പാറ്റ്നയിൽ ഇരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നുണ്ടായിരിക്കും താൻ പണ്ട് നടത്തിയ വിധികളെല്ലാം ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിയുന്നത് ഇപ്പോൾ കാണുന്നുണ്ടായിരിക്കും. തൻ്റെ ഉത്തരവുകളൊക്കെ നിയമവിരുദ്ധമായി നടത്തിയ ഉത്തരവുകളൊക്കെ കോടതി തിരുത്തുന്നതും തനിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തുന്നതും പാറ്റ്നയിൽ ഇരുന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ കാണുന്നുണ്ടായിരിക്കും. ഏതായാലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും നടത്തിയത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും ഗവർണർ പദവി എന്ന് പറയുന്നത് തുടർച്ചയാണ്. ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് ആ പദവിയിലിരിക്കുന്നത്. ഇനി ഈ സർവകലാശാലയിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വിധികൾ അദ്ദേഹത്തിന് ബാധകമാണ്. സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്ന് മാത്രമേ നിയമനം നടത്താവൂ എന്നത് ഒരിക്കൽ കൂടി ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. സർവകലാശാലകളിൽ സർക്കാരിന് തന്നെയാണ് അധികാരം, ജനാധിപത്യപരമായി തെരഞ്ഞെടുത്ത സർക്കാരിന് തന്നെയാണ് അധികാരം. ചാൻസലർ എന്ന് പറയുന്നത് വിവേചനാധികാരമുള്ള പദവിയല്ല എന്നൊരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. സാലി, ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വിധി എന്ന് പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാന് മാത്രമേറ്റ തിരിച്ചടിയല്ല, പ്രതിപക്ഷത്തിന്, മാധ്യമങ്ങൾക്ക്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ നിയമവിരുദ്ധ നടപടികളെ ഇവിടെ ആഘോഷിച്ചത് അവരായിരുന്നല്ലോ. അന്ന് സർക്കാർ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇത് ഏത് സർക്കാർ ഭരിക്കുന്നു എന്നതിന്റെ വിഷയമല്ല, അതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ അവകാശങ്ങളിലേക്ക് കടന്നു കയറാനുള്ള സംഘപരിവാർ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് സർക്കാർ എന്ന് വ്യക്തമാക്കിയതാണ്. പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാതെയായിരുന്നു പ്രതിപക്ഷമടക്കം ആരിഫ് മുഹമ്മദ് ഖാനെ ആഘോഷിച്ചത്. അവർക്ക് കൂടിയുള്ള മറുപടിയാണ് കോടതിയുടെ ഈ വിധി. തീർച്ചയായും, കാരണം ഈ വിഷയത്തിലടക്കം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ച നടപടികളെല്ലാം കണ്ണടച്ച് പിന്തുണയ്ക്കുകയായിരുന്നു പ്രതിപക്ഷം ചെയ്തത്. അതിനൊപ്പം നിൽക്കുകയായിരുന്നു കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങളും ചെയ്തത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ വിധി തിരിച്ചടി തന്നെയാണ്. കാരണം
ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്ത നടപടികൾ നിയമപരമല്ല എന്ന് തന്നെയായിരുന്നു സർക്കാരിന്റെ എക്കാലത്തെയും വാദം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആവർത്തിച്ച കാര്യം വ്യക്തമാക്കിയിരുന്നതാണ്. പക്ഷേ ഒരു തരത്തിലും ആ നിലപാട് പുനഃപരിശോധിക്കാനോ ശരിയായ നിയമവഴിയിൽ സഞ്ചരിക്കാനോ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് തയ്യാറായില്ല. നിരവധി കോടതി ഉത്തരവുകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ ഉണ്ടായിട്ടുണ്ട്. അത് സംസ്ഥാനത്ത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന്, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് വരെ ഉണ്ടായിട്ടുണ്ട്. അത് 2022 നവംബർ 8 ആണ് നമുക്ക് സുപ്രധാനമായ ഒരു ഉത്തരവ് വരുന്നത്. അതായത് ഗവർണർ സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളോടും വൈസ് ചാൻസലർമാരോടും രാജിവെക്കാൻ ആവശ്യപ്പെടുന്ന ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു വാർത്ത ഒരിക്കൽ വരുന്നു. അതിനെതിരെ കോടതിയിൽ സർക്കാർ ഗവർണർമാർ പോയി, വൈസ് ചാൻസലർമാർ പോയി. ആ വൈസ് ചാൻസലർമാർക്ക് അനുകൂലമായി കോടതി ഉത്തരവ് പറഞ്ഞു. അങ്ങനെ നടപടികൾ ഓരോന്നും പരിശോധിച്ചാൽ ഏതാണ്ട് ഒരു 16-17 ഉത്തരവുകൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ നിന്ന്, ഡിവിഷൻ ബെഞ്ചിൽ നിന്ന്, സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം ഗവർണറുടെ ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചടി കോടതികളിൽ നിന്ന് കിട്ടിയ ഗവർണർ ആയിരിക്കും ആരിഫ് മുഹമ്മദ് ഖാൻ. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ നടപ്പാക്കിയ നടപടികൾ, നിയമനങ്ങൾ, ഇടപെടലുകൾ എല്ലാം നിയമവിരുദ്ധമായിരുന്നു എന്നത് പല തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസ്. ഇനിയും ചില കേസുകൾ ഹൈക്കോടതിയുടെ മുന്നിൽ പെൻഡിംഗ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലും സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങളെല്ലാം നിയമപരമായിരുന്നു. അതായത് സർവകലാശാല ആക്ട് എന്താണോ പറയുന്നത്, സർവകലാശാല UGC റെഗുലേഷൻസ് എന്താണോ പറയുന്നത്, മുൻ ഹൈക്കോടതി, സുപ്രീം കോടതി ഉത്തരവുകൾ എന്താണോ പറയുന്നത്, അത് നടപ്പിലാക്കണമെന്ന് മാത്രമാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ചാൻസലറോടും നിരന്തരം അഭ്യർത്ഥിച്ചിരുന്നത്, ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം അത് വഴങ്ങിയില്ല. മറ്റേതോ കേന്ദ്രങ്ങളിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്ന വണ്ണം അദ്ദേഹം ചില സംഘപരിവാർ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സംഘപരിവാറുമായി ബന്ധമുണ്ടായിരുന്ന ചില ആളുകളെ നിയമിക്കുകയാണ് ഉണ്ടായത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ പറയാം. കുസാറ്റ് സർവകലാശാലയിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ K. ശിവപ്രസാദിനെ KTU സർവകലാശാലയുടെ ഇപ്പൊ കേസിന് ആധാരമായ ആ നിയമനം നടക്കുമ്പോൾ, KTUവിന്റെ താൽക്കാലിക VC ആയി നിയമിക്കുമ്പോൾ അയാൾ ചുമതലയേൽക്കാൻ വന്നത് സംസ്ഥാനത്തെ പ്രധാന സംഘപരിവാർ നേതാക്കളും ഒത്തായിരുന്നു. അപ്പൊ ആരാണ് ശിവപ്രസാദ്, ആരെയൊക്കെയാണ് ഈ താൽക്കാലിക VC-മാരായി ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ നിയമിച്ചത് എന്ന് വ്യക്തമായിരുന്നു. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും നൽകുന്ന പട്ടികകൾ അതേപടി വൈസ് ചാൻസലർമാരുടെ പട്ടികകളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് അന്നുണ്ടായിരുന്നത്. അതിന് രാഷ്ട്രീയപരമായും നിയമപരമായും ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും കോടതിയിലും പുറത്തും ചോദ്യം ചെയ്യുകയും എതിർക്കുകയുമാണ് ഉണ്ടായത്. അതിന്റെ ഏറ്റവും അവസാനത്തെ നടപടിയാണ് ഇന്ന് വന്നിരിക്കുന്ന ഈ ഉത്തരവ്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലറായിരിക്കെ നടത്തുന്ന നടപടികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനൊപ്പമാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷത്തിനും ഇതിനെല്ലാം കണ്ണടച്ച് പിന്തുണച്ച പ്രതിപക്ഷ നേതാവിനും ഉണ്ടായ ഒരു തിരിച്ചടി കൂടിയാണ് ഇതിനെ വായിക്കേണ്ടി വരും. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ നടത്തിയ നിയമവിരുദ്ധ ഇടപെടലുകളും നടപടികളും അംഗീകരിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത ഒരു പറ്റം മാധ്യമങ്ങൾക്ക് കൂടിയുള്ള തിരിച്ചടിയാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ശരി, ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാണിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ രാജ്യചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ കോടതികളിൽ നിന്ന് നേടിയ ഗവർണർ എന്ന പട്ടം കൂടി ആരിഫ് മുഹമ്മദ് ഖാൻ ചാർത്തിക്കൊടുക്കേണ്ടി വരും. ഈ തിരിച്ചടി അത് പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളതാണ്. ഈ തിരിച്ചടി ഗവർണറെ മിഠായി തെരുവിലൂടെ ആഘോഷിച്ച മാധ്യമങ്ങൾക്കുള്ളതാണ്. ഈ തിരിച്ചടി സംഘപരിവാറിനുള്ളതാണ്. നിയമവിരുദ്ധമായി ഗവർണർ നടത്തിയ ഇടപെടലുകളെ ചോദ്യം ചെയ്ത സംസ്ഥാന സർക്കാരിന്റെ വിജയം കൂടിയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് എന്ന് നിസ്സംശയം പറയാൻ പറ്റും.